കൊല്ലങ്കോട് കുടിലിടം കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടത് പഴനിക്കായിരുന്നു. മുൻപും 1-2 തവണ പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ യാത്രയിലെ ഇടത്താവളം പഴനി തന്നെയാണ് നല്ലതെന്ന് തോന്നി. ദാ ഈ കാറ്റാടികളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ പൊള്ളാച്ചി എത്താറായിന്ന്. ഈ കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ച സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റാടിപ്പാടത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമുക്കെന്തോ ഹിപ്നോട്ടിസം ചെയ്ത ഫീലാണ്. ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ തമിഴ്നാട്ടിലെ റോഡിൻ്റെ കാര്യം പറയാനില്ല, ഒരു രക്ഷയുമില്ല. നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദാ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കത്തിക്കരിഞ്ഞൊരു കാറ്റാടീനെ കണ്ടത്. തൊട്ടടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഇതിന് ഇത്രയും വലിപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുലിക്കുട്ടന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കയറി. ദാ ദൂരെ ആ ലോറി പോകുന്നത് കണ്ടില്ലേ, അതാണ് നമുക്ക് പോകാനുള്ള ഹൈവേ. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി, പഴനിമല. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ മുൻപത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം പഴനി ആകെ മാറിയിട്ടോ. ചുറ്റും ഉണ്ടായിരുന്ന വഴിവാണിപ്പക്കാരെയും കുതിരവണ്ടിക്കാരെയും ഒക്കെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു. ഇപ്പം ചുറ്റുമുള്ള കച്ചവടമൊക്കെ ഒഴിപ്പിച്ചിട്ട് അമ്പലത്തിൻ്റെ വകയുള്ള കെട്ടിടത്തിൽ മാത്രമേ കച്ചവടങ്ങളുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ഇലക്ട്രിക് ബഗ്ഗീസുണ്ട്. അപ്പോൾ റോപ്പ് കാറിൻ്റെ അവിടേക്ക് പോകാനും ഇലക്ട്രിക് ട്രെയിനിൻ്റെ അവിടേക്ക് പോകാനും പിന്നെ മെയിൻ കവാടത്തിൻ്റെ അവിടേക്ക് പോകാനും ഒന്നും നമ്മൾ നടക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫ്രീ ഇലക്ട്രിക് ബഗ്ഗീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതിൽ കയറാം, ഇറങ്ങാം. അമ്പലത്തിൻ്റെ അകത്തേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളവിടെ കൗണ്ടറിൽ ഫോൺ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം അമ്പലത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് പഞ്ചാമൃതവും നെയ്യപ്പവും ലഡുവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റുമുള്ള സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് അടുത്തുള്ളൊരു നാടൻ ഹോട്ടലിൽ നിന്ന് നല്ല അസല് പൊടി ദോശയും മസാല ദോശയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് തിരിച്ചു പോയി. നാളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര.